ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു താമരയുടെ ട്യൂബർ എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. എനിക്ക് ഇവിടെ സ്പേസ് ഒന്നുമില്ലതാ കണ്ടില്ലേ, ഇതെല്ലാം വലിയ ടബിൽ വെച്ചത് കാരണം ഒട്ടും സ്പേസ് ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ച് ആമ്പലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോട്ടെല്ലാം കുറേശ്ശെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്പേസ് ഇല്ലാത്തത് കാരണം അതിലും ആമ്പൽ 3-4 എണ്ണം വെച്ച് നട്ടിട്ട് ഏതാണെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിൽ പൂക്കുന്ന സമയത്താണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുറേയൊക്കെ ഞാൻ അങ്ങനെ മാറ്റി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സ്പേസിലും ആ ടബിലുമാണ് ഞാൻ ഇപ്പോൾ താമരയുടെ ട്യൂബർ വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ നമ്മൾ ചെടിച്ചട്ടി ഉണ്ടല്ലോ, എന്താ ചെടിച്ചട്ടിയുടെ ഒരു സൈസിലുള്ളതിലാണ് ഞാനിപ്പോൾ വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചാണകപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. ആദ്യം ചാണകപ്പൊടി ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്നതാണ്. ഈ ഒരു ചാണകപ്പൊടി നമുക്കൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുക. ഇത്രയും മതി ഈ ചെറിയ ടബല്ലേ. അപ്പോൾ ഒരുപാട് ചാണകപ്പൊടി വേണ്ടാന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ മണ്ണൊക്കെ ഇടണ്ടേ ഇനി. അപ്പോൾ ഇത്രയും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എല്ലുപൊടിയും ഇട്ട് കൊടുക്കും. പിന്നെ അതിൽ കൂടെ തന്നെ ഞാൻ DAPയും കൂടെ ആഡ് ചെയ്താണ് ഞാൻ വയ്ക്കുന്നത്. പിന്നീട് വളമൊന്നും കൊടുക്കാറില്ല വലുതായിട്ട്. അപ്പോൾ ഇത് DAPയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. ഈ മണ്ണ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമുക്കിപ്പം അരഭാഗത്തോളം മതി, എന്ന് വെച്ചാൽ ചെറിയ ചട്ടിയാണ്. അപ്പോൾ വെള്ളവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി മണ്ണ്. അരഭാഗം ഇടാം എന്തായാലും. അതുപോലെ കല്ലൊന്നും ഇല്ലാത്ത മണ്ണായിരിക്കണം. നമ്മൾ ഒരിടത്ത് പോയി വണ്ടിയും കൊണ്ടുപോയി എടുത്തുകൊണ്ട് വരുന്ന മണ്ണാണിത്. അല്ലാതെ നമുക്ക് മണ്ണില്ല. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇത്രയും മണ്ണും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ല ഇതിനകത്തുള്ള പൊടിയും കട്ടയും എല്ലാം കല്ലും എല്ലാം നല്ലവണ്ണം ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ മുകളിൽ കൊണ്ടുവച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊക്കെ നനയാതെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ച് കൊടുക്കുക. ഫുള്ളും ഇപ്പോൾ ഒഴിക്കേണ്ട. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പൊടിയെല്ലാം എടുത്ത് കളയണം. എന്നിട്ട് നമ്മുടെ ട്യൂബർ ഇതാണൊരു ട്യൂബർ. അപ്പോൾ ഈ സൈസിൽ തന്നെ നമ്മളൊരു ചാല് പോലെ എടുത്തിട്ട് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഞാനിങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ സൈഡും അതേ ഒരു ഷേപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് ഗ്രോട്ടിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മുകളിലോട്ട് ഇങ്ങനെ നിൽക്കണം. അതിലേക്ക് മണ്ണ് വരാൻ പാടില്ല. എന്നാലോട്ട് ട്യൂബർ പൊന്തി വരാനും പാടില്ല. നമ്മൾ വെള്ളം ഒഴിച്ച് വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു താമരയുടെ ഇല എടുത്തിട്ടാണ് നടുക്കിങ്ങനെ ഇല വെച്ച് കൊടുത്തതിന് ശേഷം ഈ വെള്ളം പതുക്കെ ഫോഴ്സ് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഫോഴ്സ് കുറച്ച് ഒഴിക്കണം. ഇതിപ്പോൾ കയ്യിലും മൊബൈലും ഇതെല്ലാം നിൽക്കുന്നതുകൊണ്ട് സൂക്ഷിച്ച് ഒഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് നിറച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് നിറച്ചങ്ങിട്ട് കൊടുത്താൽ മതി. അതിനി വളർന്ന് വന്നോളും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്താൽ മതി. സ്പേസ് ഇല്ലാത്തവർ കൂടുതലും വലിയ ടബ് വാങ്ങി വയ്ക്കാതെ ഇതുപോലെയുള്ള ടബിൽ വെച്ചാലും നമുക്ക് കൂടുതലായിട്ട് വയ്ക്കാൻ കഴിയും. മറ്റേത് നമുക്ക് സ്ഥലം ഇല്ലെങ്കിൽ കുറച്ച് ടബുകളെ വയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഇതിലൊക്കെയാണ് കൂടുതലും വയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടിരുന്നാൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക്
ആദ്യം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.